എന്ത് പറ്റി കൊച്ചുമുതലാളി? എന്താ കാര്യം? അത് നോക്ക്, വീടൊക്കെ വൃത്തിയുടെ കിടക്കുന്ന കണ്ടില്ലേ? ഇവിടെ വീട്ടുജോലിക്കാരും വരാറില്ലേ? അത് തന്നെ, ജോലിക്കാരും വേണ്ടെന്ന് ശിവാനി മേഡം തന്നെ പറഞ്ഞു. അപ്പൊ ഇവിടെ എല്ലാ ജോലികളും ശിവാനി ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. നീ അവളുടെ കൂടെ എന്നിട്ട് പിന്നെ ഇവിടെ എന്താ ചെയ്യുന്നത്? ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ ഡാഡി ഇങ്ങോട്ട് തന്നെ പറഞ്ഞോട്ടെ? അതല്ല ബോസ്, ഞാൻ സഹായിക്കാന്ന് പറഞ്ഞാലും ആള് സമ്മതിക്കാറില്ല. എല്ലാ ജോലിയും സ്വയമായിട്ട് ചെയ്തോളാന്ന് പറയും. അവൾ സമ്മതിക്കുന്നില്ലെങ്കിൽ അതൊക്കെ എന്നോട് പറയണ്ടേ? നീ എന്താ പറയാതിരുന്നേ? എന്ത് പറ്റി ബോസ്, ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ? ഞാനിപ്പോ തന്നെ വിളിച്ചിട്ട് എസ്റ്റേറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു ജോലിക്കാരന് പിടിക്ക് വരുത്താം. ഞാൻ ഇവനോട് ജോലി ചെയ്യാൻ പറഞ്ഞപ്പോ ഇവനത് ജോലിക്കാരനെ ഏൽപ്പിക്കാൻ പോകുന്നു. ഇത്രയ്ക്ക് അഹങ്കാരിയായി മാറിയവൻ. തൃശൂൽ, ജോലിക്കാർ വരുന്നവരെ ഇതൊക്കെ ഇങ്ങനെ നടക്കണോ? ശിവാനിയുടെ വീട് ഇങ്ങനെ നടക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ശരി, വിട്ടേക്ക്, ഞാൻ ചെയ്തോളാം. അതല്ല ബോസ്, ഇവിടെ ഞാൻ തന്നെ ക്ലീൻ ചെയ്തോളാം കൊച്ചുമുതലാളി. നീ ചെയ്യോ? ആ. അല്ല ത്രിവിക്രം, നീ എപ്പോഴാ വന്നേ? താൻ മുകളിലാന്ന് തോന്നി. ഇവിടെ നിന്ന് വിളിച്ച കേൾക്കില്ലാന്ന് തൃശൂല പറഞ്ഞേ. തൃശൂലോ? അവനെവിടെയുള്ളത്? അയ്യോ തൃശൂൽ, നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? അതിങ്ങതാ. അയ്യോ മേഡം. ഏയ് ശിവാനി, എന്തിനാ തടയുന്നേ? ഇവിടേക്ക് വൃത്തിയുടെ കിടക്കുന്ന കണ്ടപ്പോ ഞാൻ ക്ലീൻ ചെയ്യാൻ പറഞ്ഞതാ. അവനത് ചെയ്തോട്ടെ. ത്രിവിക്രം, വീട്ടിലേക്ക് വന്ന അതിഥിയെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത്. അത് നല്ല സംസ്കാരമല്ല. അതും പാവം തൃശൂലിനെ കൊണ്ട്. ഏയ് ശിവാനി, വീട്ടിൽ ഇടയ്ക്ക് വരുന്ന ആളല്ലേ അതിഥി എന്ന് പറയാ. വീട്ടിലുള്ള ആളെങ്ങനെ അതിഥിയാവുന്നേ? തൃശൂൽ എന്താ ഈ വീട്ടിലെ അതിഥിയാണോ? ആണോ തൃശൂൽ? അതെ, ശരിയാണ് ബോസ്. ഞാൻ ഈ വീട്ടിലൊരു അതിഥിയല്ല, ഈ വീട്ടുകാരൻ തന്നെയാ. അപ്പോ ഇതൊക്കെ ചെയ്യുന്നോണ്ട് നീ തെറ്റുണ്ടോ? ഏയ് അങ്ങനെയൊന്നുമില്ലല്ലോ ബോസ്. എങ്കിൽ നീ അത് ചെയ്. ഞാൻ ചെയ്തോളാന്നേ. തൃശൂൽ പ്ലീസ്, എനിക്കതൊരു ബുദ്ധിമുട്ടാ. മാഡം ഒരു 5 മിനിറ്റ് ഒന്ന് അടിച്ചു വാരി തുടച്ചാൽ മാത്രം മതി. തൃശൂൽ എന്താ പറഞ്ഞു മനസ്സിലാവാത്തെ? അതിങ്ങനെ തന്നെ. ശിവാനി എങ്ങനെ വിട്ടാ തൃശൂലിനെ അവളെ ജോലി ചെയ്യാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ആദ്യം അവളെ ഇവിടുന്ന് മാറ്റണം. ശിവാനി, എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഒന്ന് വരുമോ? ത്രിവിക്രം, ഇവൻ. താൻ വെറുതെ അതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ട. താൻ നോക്കിക്കോ, നമ്മൾ സംസാരിച്ച് തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ടാവും. അല്ലേ തൃശൂൽ? വീട് മുഴുവനോ? എന്താ തൃശൂൽ, പറ്റില്ലേ? അതെന്താ കുഴപ്പമില്ലെന്നേ, ഞാൻ ചെയ്തോളാം ഇതൊക്കെ. ശിവാനി പ്ലീസ്. ശിവാനിയുടെ എൻഗേജ്മെന്റിന്റെ കാര്യം സംസാരിച്ച് എത്രയും വേഗം വിള എനിക്ക് സ്വന്തമാക്കണം. മുത്തശ്ശിയുടെ നിന്ന് കിട്ടിയ ശക്തി പോകുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും നടത്തിയെടുക്കണം. ഇനി സമയം കളയാൻ പാടില്ല. ശിവാനി ഇരിക്കേ. ശിവാനി, താൻ എന്തെങ്കിലും ആലോചിക്കുന്നത്? ഒന്നുമില്ല. എന്നാ ശരി, ഞാൻ വിഷയത്തിലേക്ക് ഡയറക്റ്റായിട്ട് വരാം. എൻഗേജ്മെന്റ് എപ്പോ നടത്താം? എന്താ ഇത് പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം? ഞാൻ ചോദിച്ചില്ലെങ്കിൽ എന്റെ വീട്ടുകാർ ചോദിക്കും. ആക്ച്വലി ഡാഡി ഇക്കാര്യം തന്നോട് ചോദിക്കാൻ വേണ്ടി ഇരിക്കായിരുന്നു. ഞാനാ വേണ്ടെന്ന് പറഞ്ഞ. കാര്യങ്ങളൊക്കെ ശരിയായിരുന്നെങ്കിൽ ഇപ്പൊ എൻഗേജ്മെന്റ് നടന്നേനെ. പക്ഷേ അതുണ്ടായില്ല. സോ നമുക്കിപ്പോഴെങ്കിലും. ത്രിവിക്രം, ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാ ഇനിയും ടൈം വേണോ? 2 days ടൈം പോരെ? നോ പ്രോബ്ലം. 2 ദിവസം പോരാ, കുറച്ചുകൂടെ സമയം വേണം എനിക്ക്. കുറച്ചുകൂടി സമയം വേണോ? അതെന്താ, എൻഗേജ്മെന്റിൽ താല്പര്യമില്ലേ? അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഇത് ഇഷ്ടമില്ലാത്തതിന്റെ പ്രശ്നമല്ല. നിനക്കറിയാലോ ഈ ഒരു നിശ്ചയത്തിന് വേണ്ടി ഞാൻ എത്ര നാളായിട്ട് കാത്തിരിക്കാന്ന്. പിന്നെ എന്തിനെങ്ങനെ വൈകുന്നേ? ഞാനിപ്പോ അമൃതയെ നഷ്ടപ്പെട്ട ദുഃഖത്തിലാ ഉള്ളത്. ഗുരുദേവനാണെങ്കിൽ ഈ സമയത്ത് തപസ്സിലുമാണ് ഉള്ളത്.
അദ്ദേഹത്തോട് ചോദിക്കാതെ ഞാൻ എങ്ങനെ ഒരു തീരുമാനം എടുക്കും? ശിവാനി, ഞാൻ തന്നോടാ ചോദിക്കുന്നത്. ത്രിവിക്രം, സാഹചര്യങ്ങളൊന്നും അത്രയ്ക്ക് നല്ലതല്ല. എനിക്ക് കുറച്ചുകൂടെ സമയം വേണം. ശിവാനി, തനിക്ക് എന്താ പറ്റിയേ? അന്ന് നീലി മരിച്ച ശേഷം തന്റെ മൂഡ് ശരിയില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ ഇപ്പൊ എന്താ തനിക്ക് പ്രോബ്ലം? ഇല്ല, എനിക്കങ്ങനെ തുറന്നു പറയാൻ പറ്റില്ല. നീലി മരിച്ചപ്പോ ഞാൻ ഏതവസ്ഥയിലായിരുന്നോ അതേ അവസ്ഥയിലാണ് ഇപ്പോഴും ഞാനുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചോദിക്കല്ലേ ത്രിവിക്രം. എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. എന്റെ മനസ്സൊന്ന് ശരിയായി കഴിയുമ്പോൾ ഞാൻ തന്നെ വന്ന് പറഞ്ഞോളാം നിന്നോട്. ശിവാനി, എന്തിനാ എൻഗേജ്മെന്റ് ഇങ്ങനെ വൈകിക്കുന്നേ? എന്നെ ഒഴിവാക്കാൻ നോക്കാണോ? എനിക്ക് ശിവാനിയെ നഷ്ടപ്പെടാൻ പാടില്ല. തൃശൂൽ, ആ കൊച്ചുനാൾ ഇതേ വരുന്നു. എന്താ ബോസ്? പറഞ്ഞ ജോലിക്ക് ചെയ്തോ? കഴിഞ്ഞു ബോസ്, എല്ലാം കഴിഞ്ഞു. ഇത്ര വേഗത്തിലോ? എല്ലാം കഴിഞ്ഞുന്നേ. അപ്പൊ ഈ ഫ്ലവേഴ്സ്? സോറി, ഞാൻ കണ്ടില്ലായിരുന്നു. എല്ലാ ജോലിയും ചെയ്തു തീർത്തു എന്ന് നീയല്ലേ പറഞ്ഞേ? ഇത് നീ തന്നെയല്ലേ ചെയ്തേ? ഇതെന്താ പുതിയ ഫാഷന്? പറഞ്ഞ ജോലി മര്യാദയ്ക്ക് ചെയ്യണം. മനസ്സിലാവണ്ട നിനക്ക്? ഈയിടെയായിട്ട് നീ ജോലിയിൽ വല്ലാതെ ഉഴപ്പുന്നുണ്ട്. ശിവാനി, അതെന്താ അവിടെ ഇട്ടിരിക്കുന്നത്? അത് ഞാൻ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കാൻ വേണ്ടി വെച്ചതാ. ഡ്രൈ ക്ലീനിങ്ങിനോ? ഇവനിവിടെ ഉള്ളപ്പോ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കുന്നതിന്? തൃശൂൽ, നീ പോയി അതൊക്കെ വേഗം ഒന്ന് വാഷ് ചെയ്യാൻ നോക്ക. ത്രിവിക്രം, എന്താ പറ്റിയത് നിനക്ക്? നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? നോ നോ നോ, ഞാൻ നോർമൽ തന്നെ. ശിവാനി, താൻ ഈ വീട്ടിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴും ഹാപ്പി ആയിട്ടിരുന്നാ മതി. അതാ എന്റെ ആഗ്രഹം. ഞാൻ ഹാപ്പി ആയി ഇരിക്കുന്നതും തൃശ്ശൂൽ ഈ ജോലിയെല്ലാം ചെയ്യുന്നതും തമ്മിൽ എന്താ ബന്ധം? ശിവാനി, ഈ ജോലി തൃശ്ശൂല് ചെയ്യുമ്പോ താൻ ഇവിടെ ഫ്രീ ആയിരിക്കും. അത്രേ ഉള്ളൂ. തൃശ്ശൂൽ, നിനക്ക് മനസ്സിലായില്ല? ബോസ്, മനസ്സിലായി. നന്ദീശ, ഗുരുക്കൾ എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ. ആ ഭാഗത്ത് എങ്ങനെ ഉണ്ടെന്ന് നോക്കി. ഗുരുക്കളെ, ഗുരുക്കളെ, ഗുരുക്കളെ. മുതലാളി, അവിടെ ഒന്നും കാണുന്നില്ല. നീ ശരിക്കും എല്ലായിടത്തും നോക്കിയോ? ശരിക്കും നോക്കിയതാ മുതലാളി. അവിടെ എല്ലാം ഞാൻ നോക്കി, ഒരു സ്ഥലത്തും കാണുന്നില്ല. എവിടെ പോയതാണോ? ഗുരുക്കൾ ഇത് എവിടെ പോയിരിക്കുക? ആദിശേഷനെ കുറിച്ച് സംസാരിക്കണമെന്ന് കരുതി വന്നിട്ട് അദ്ദേഹത്തെ ഇവിടെ കാണുന്നില്ലല്ലോ. നന്ദീശ, നമ്മള് വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ഗുരുക്കളുടെ വല്ല മെസ്സേജും വന്നിരുന്നു? ഇല്ല മുതലാളി, അങ്ങനെ മെസ്സേജ് ഒന്നും വന്നില്ല. ഈ ഗുരുക്കൾ ഇത് എവിടെ പോയി കിടക്കുക? ഈ സമയത്ത് തന്നെ ആളെ കാണുന്നില്ല എന്ന് വെച്ചാ ഇനി എവിടെ പോയി അന്വേഷിക്കും? മുതലാളി, എന്തിനിത്ര ടെൻഷനാ വന്നേ? ഗുരു ഇങ്ങനെ ആദ്യമായിട്ടൊന്നല്ലോ പോകുന്നത്. പിന്നെ തിരിച്ചു വന്നാൽ മാത്രമേ പോയ കാര്യം എന്താന്ന് നമുക്ക് അറിയാൻ പറ്റൂ. ഇതിലൊന്നും ഇത്ര പുതുമയില്ലല്ലോ. നന്ദീശ, അത് വേറെ ഇത് വേറെ. ആ സമയത്ത് ഗുരുക്കൾ എങ്ങോട്ടെങ്കിലും പോയാലും നാഗറാണി ദിഗ്ബന്ധനത്തിലായിരുന്നു. ഇപ്പൊ അങ്ങനല്ല. നാഗങ്ങളെല്ലാം കൂടി നമ്മളോട് പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയിരിക്കല്ലേ. സാംബശിവന്റെ മരണശേഷം
നമ്മുടെ മരണവും അടുത്തു തന്നെ ഉണ്ടെന്ന് എനിക്കൊരു തോന്നല്. ചുമ്മാ മുതലാളി ഇതോർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഗുരുക്കൾ ഉടനെ മടങ്ങിയെത്തും. അയ്യോ നന്ദീശ, എന്റെ ടെൻഷൻ നിനക്ക് മനസ്സിലാവില്ല. ആദിശേഷൻ പുനർജനിച്ച കാര്യം ഞാൻ ഇവനോട് എങ്ങനെ പറയും? അവനെ കാണിച്ചു തരാൻ പോകുന്നത് നിന്റെ മകനാണെന്ന് അറിയുമ്പോൾ നീ വീണ്ടും പേടിക്കും. എനിക്കിപ്പം നിന്നോടിത് പറയാനാവില്ല. മുതലാളി, ഇതിന് മാത്രം എന്തിനാ ടെൻഷൻ വന്നേ? എന്താ കാര്യം? നന്ദീശ, വരാൻ പോകുന്ന അപകടം വളരെ വലുതാ. നമ്മൾ എത്രയ്ക്ക് ശ്രദ്ധിച്ചിട്ട് ഒരു കാര്യമില്ല. ഇന്നലെ രാത്രിയിൽ ഇത് തന്നെയല്ലേ പറഞ്ഞത്? ഇപ്പോഴും അതിനെ ആവർത്തിക്കാം. അങ്ങനെ എന്ത് അപകടം ഉള്ളത്? നന്ദീശ, അതൊന്നും എനിക്കിപ്പം നിന്നോട് പറയാനാവില്ല. സമയമാകുമ്പോൾ ഞാൻ തന്നെ നിന്നോടത് പറഞ്ഞോളാം. അതുവരെ ഒരു കാര്യം നീ എന്നോട് ചോദിക്കരുത്. ശരി മുതലാളി. അമ്മേ മഹാമായേ, എന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആദിശേഷൻ ആരാ, എവിടെയാണെന്ന് എനിക്കറിയില്ല. സാംബശിവൻ എന്നോടെന്തോ രഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതെന്താണെന്നും എനിക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. ഗുരുക്കളോട് ചോദിക്കാമെന്ന് കരുതി വന്നപ്പോ അദ്ദേഹവും ഇവിടെയില്ല. മുന്നോട്ടിനി എന്ത് ചെയ്യണമെന്നുള്ളതാ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം. ഇനിയുള്ള ജീവിതത്തിൽ അമ്മ തന്നെയാണ് എന്റെ വഴികാട്ടി. മനസ്സിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അവിടുന്ന് തന്നെ ഉത്തരം കാണണം. രാജാവിൻ പാർവൈ റാണിയൻ പക്കം കൺ തേടുതേ സ്വർഗം കൈമോടുതേ വെക്കം പൊന്മാലൈ മയക്കം പവം പവം. മേഡം, എല്ലാ ജോലിയും ഞാൻ ചെയ്തു കഴിഞ്ഞു. വീടെല്ലാം അടിച്ചു വാരി തുടച്ചു. അതിനുശേഷം തുണികളെല്ലാം അലക്കി ഉണക്കി അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പാത്രങ്ങളെല്ലാം കഴുകി ഒരു വെജ് മീല് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നേ. ഇനി എന്തെങ്കിലും ജോലി ചെയ്യാനുണ്ടോ? തൃശൂൽ, ഐ എം സോറി. നിന്നെ കൊണ്ട് ഈ വീട്ടിലെ ജോലിയെല്ലാം ഞാൻ ചെയ്യിച്ചില്ലേ. എന്നോട് നീ ക്ഷമിക്കണം. അയ്യോ മേഡം, ഇതിലിപ്പോ സങ്കടപ്പെടാനുള്ള കാര്യം എന്താ? സത്യം പറഞ്ഞാ എനിക്ക് നല്ല സന്തോഷായിരുന്നേ. സന്തോഷോ? അതെന്താ? നല്ല ഭർത്താവാനുള്ള ട്രെയിനിങ് കിട്ടിയല്ലോ. നല്ല ഭർത്താവാകാനുള്ള ട്രെയിനിങ്ങോ? ഓ അതേന്നേ. നോക്ക് ശിവാനി, ഇപ്പോ നിനക്ക് സുഖമില്ലെന്ന് വിചാരിക്കും. ആ സമയത്ത് ജോലികളൊക്കെ നിനക്ക് ചെയ്യാൻ പറ്റുമോ? ഞാനപ്പോ ചുമ്മാ ഇരുന്ന നീ എന്താ വിചാരിക്ക? ഇവനെ കൊണ്ട് ഒരു ഗുണമില്ലാന്ന് വിചാരിക്കില്ലേ? നീ മാത്രമല്ല, അങ്ങനെ എല്ലാ സ്ത്രീകളും ഇങ്ങനെ വിചാരിക്കുള്ളൂ. പക്ഷെ അവരൊക്കെ മിണ്ടാതിരിക്കും. കാര്യം എന്താ? ഭർത്താവിനോട് ഇതൊക്കെ പറഞ്ഞാ അവൻ ദേഷ്യപ്പെടുന്നുള്ള പേടി. ഇനിയിപ്പോ എനിക്ക് സഹായിക്കാനുള്ള മനസ്സുണ്ടെന്ന് വിചാരിക്കും. പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ അറിയണ്ടേ? ഓൾറെഡി നമ്മൾ ട്രെയിനിങ് എടുത്തല്ലേ, സമയമാകുമ്പോ സഹായിക്കാൻ എളുപ്പമല്ലേ? ഞാൻ ഈ പണികളൊക്കെ ശീലിക്കുന്നോണ്ട് എന്തൊക്കെ ലാഭമുണ്ടെന്നൊന്ന് നോക്കി. നിനക്ക് എന്തെങ്കിലും സങ്കടം വരുമ്പോ അടുത്ത വീട്ടിൽ ആന്റിയോട് ചെന്ന് ഇവനിതൊന്നും അറിയില്ല എന്നുള്ള കാര്യം പറഞ്ഞ് വിഷമിക്കണ്ടല്ലോ. നീ ബിസി ആവുന്ന സമയത്ത് കുക്കറിൽ എത്ര വിസിലടിച്ചൊന്നും നിന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക്. പിന്നെ നീ നിന്റെ വീട്ടിൽ പോകുമ്പോ എനിക്ക് ഹോട്ടലിലൊന്നും പോയിട്ട് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? തൃശൂൽ, നിന്നെ അതെ, അതുപോലെ നീ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നീ മനസ്സിലെ സങ്കടം കൊണ്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്, അതോ തലയ്ക്ക് വല്ല സ്ഥിരത ഇല്ലാത്തതുകൊണ്ടാണോ സംസാരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്ത് വേണമെങ്കിലും വിചാരിച്ചോ മാഡം, എന്റെ മനസ്സെന്തായാലും പ്യൂറാണ്. എന്റെ ഹൃദയം സ്നേഹം കൊണ്ടിങ്ങനെ നിറഞ്ഞു കിടക്കാം. നമ്മുടെ ജീവിതം ഉണ്ടല്ലോ, നമുക്ക് പുഞ്ചിരി കൊണ്ട് നിറയ്ക്കാം. ഇന്നലെകൾ ഉപേക്ഷിച്ച് നാളേക്ക് വേണ്ടി കാത്തിരിക്കാം. വേറൊന്നും ചോദിക്കില്ല മാഡം. ആ മനസ്സിലൊരു ഇത്തിരി ഇടം തന്നാ മതി എനിക്ക്. ഒന്ന് സംസാരിച്ചൂടെ ഇയാൾക്ക്? മനസ്സിലൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. മറച്ചു വെക്കുന്നോറും ആ മനസ്സിന് തന്നെ പ്രശ്നം. പറഞ്ഞേക്കുന്നേ, എല്ലാം അങ്ങ് പറഞ്ഞേക്ക്. ലേറ്റ് ആയി പോവാൻ നോക്ക്. ഓ, ഇതാണോ ഇത്ര ആനക്കാര്യം ഇപ്പോ? ശരി പോട്ടെ, കുഴപ്പമില്ല, മനസ്സിലാവുന്നുണ്ട്. സീതാദേവിയെ അഗ്നിപരീക്ഷ കഴിഞ്ഞ വന്ന ശേഷമല്ലേ ശ്രീരാമചന്ദ്രൻ സ്വീകരിച്ചത്. ഞാനും ആ അഗ്നിപരീക്ഷയ്ക്ക് തയ്യാറാ, സ്നേഹത്തോടെ മാത്രം. പറഞ്ഞു കഴിഞ്ഞെങ്കി ഇനി പൊയ്ക്കൂടെ? ഓഹോ ശിവാനി, ഇപ്പൊ പൊക്കോ എന്ന് പറഞ്ഞാൽ ഓടിച്ചു വിടും. പിന്നെ മുറി പോയി വാതിലടച്ചിരുന്ന് ഒറ്റയ്ക്ക് കരയും. പോട്ടെ, വിട്ടേക്ക്. ഇപ്പോഴത്തെ കാര്യമല്ലേ ഇത്? ഭാവിയിൽ ഇനി എന്നും ഇവിടെ തന്നെ നിൽക്കേണ്ടി വന്നാലോ? മനസ്സിലായി, ഒന്നിറങ്ങി പോവാനല്ലേ? മുതലാളി, എന്താ ഇങ്ങനെ വല്ലാതിരിക്കുന്നേ? എന്തിനാ ഇതിന് മാത്രം ടെൻഷൻ അടിക്കുന്നേ? ഈ ടെൻഷന്റെ കാര്യം എന്താണെന്ന് നിനക്കറിയില്ല നന്ദീശ. അതല്ല മുതലാളി, സാംബശിവന്റെ കാര്യം മാത്രമാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതിപ്പോ ഇത് വേറെ ഒന്നിന്റെ ടെൻഷനാ. അതറിയാനാ ഞാനിങ്ങനെ ചോദിക്കുന്നത്. ഇല്ല, ഇവനോട് ആദിശേഷനെ കുറിച്ച് പറയാൻ പാടില്ല. അല്ലെങ്കിലേ ഞാൻ തൃശ്ശൂലിനെ കൊല്ലാൻ ശ്രമിച്ചതാണല്ലോ.
ഇനിയിപ്പോ ആദിശേഷന്റെ മറുജന്മത്തെക്കുറിച്ച് കൂടി ഇവൻ അറിഞ്ഞാൽ ശരിക്കും ഇവൻ ടെൻഷനാവും. മുതലാളി ഇപ്പോഴും നല്ല ടെൻഷനിലാണല്ലോ. ഇനിയിപ്പോ എന്നോട് പറയാൻ വയ്യാത്ത എന്തെങ്കിലും കാര്യമാണോ മനസ്സിൽ? അങ്ങനെയൊന്നും ഇല്ല നന്ദീശ. ഒന്നുകൂടി വ്യക്തമായിട്ട് പറയാമെന്ന് കരുതി. ഞാൻ ഒരു കാര്യം കേട്ടിരുന്നു, പക്ഷേ കൺഫേം ആയിട്ടില്ല. അതെ, അതെന്താണെന്നാ ഞാൻ ചോദിച്ചത്. എന്നെ നിർബന്ധിക്കല്ലേ നന്ദീശ. ഞാനായിട്ട് പറയുന്നത് വരെ ഇങ്ങോട്ടൊന്നും ചോദിക്കരുത്. നീ ഈ കാര്യം വിട്ടുകളഞ്ഞേക്ക്. ആ സാംബശിവന്റെ സീക്രട്ട് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാനുള്ള വഴി നോക്ക്. പറ്റുമെങ്കിൽ അത് കണ്ടുപിടിച്ചോണ്ട് വാ. ഞാൻ ശ്രമിക്കാം മുതലാളി. ത്രിവിക്രം എന്താ ഇങ്ങനെ വിചിത്രമായിട്ട് പെരുമാറുന്നത്? മുമ്പ് ഒരിക്കലും അവൻ ഇങ്ങനെ കാണിച്ചിട്ടില്ലല്ലോ. ഓരോ ദിവസവും കുത്തി നോവിക്കുന്ന പോലെ, തൃശൂലിനോട് എന്തോ വല്ലാത്ത ദേഷ്യമുള്ളത് പോലെ. ഇനി അവന് തൃശൂൽ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതായത് എന്നോടല്ലേ ചോദിക്കേണ്ടത്. ഞാൻ ത്രിവിക്രമനെ അല്ലാതെ വേറെ ആരെയും സ്നേഹിക്കുന്നില്ലല്ലോ. ഞങ്ങളുടേത് ജന്മജന്മാന്തരമായിട്ടുള്ള ബന്ധം. എന്റെ സ്നേഹം ആദിശേഷന് മാത്രമായിട്ടുള്ളതാ. ത്രിവിക്രം ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിന് വേറെ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും. ചിലപ്പോ അവൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നത് കൊണ്ടായിരിക്കും. അവൻ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്ന കാണുമ്പോ എനിക്കെന്റെ പഴയ ആദിശേഷനെ തിരിച്ചു കിട്ടിയതുപോലെ തോന്നുന്നേ. ഞാൻ എത്ര ഭാഗ്യവതിയാണ്. ഈ ലോകത്തിൽ വെച്ച് ഇങ്ങനെ എന്നെ സ്നേഹിക്കാൻ എന്റെ ആദിശേഷന് മാത്രമേ കഴിയൂ. എനിക്കെന്റെ സ്നേഹം വീണ്ടെടുക്കണം. ത്രിവിക്രമൻ എത്രയും വേഗം പഴയ ഓർമ്മകളെല്ലാം തിരിച്ചു കിട്ടണം. പക്ഷെ അതിനൊക്കെ എന്തോ തടസ്സമുണ്ട് ഇവിടെ. അതുകൊണ്ട് അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അവന് പഴയതെല്ലാം ഓർമ്മ വരാൻ ഞാൻ പ്രയത്നിച്ചേ പറ്റൂ. ഇനി അധികം താമസിപ്പിക്കണ്ട. നാളെ ത്രിവിക്രമനെയും കൂട്ടിക്കൊണ്ട് ഞാൻ അമ്പലത്തിലേക്ക് പോകും. എന്താ മരുമോനെ, ഈയിടെയായിട്ട് നീ വല്ലാത്ത ഡീപ്പായിട്ട് ആലോചിക്കുന്നുണ്ടല്ലോ. എന്താ കാര്യം? വല്ല കഥ എഴുതാനും പ്ലാൻ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. അറിയാം, ഇതൊന്നും നിന്റെ കുഴപ്പമല്ല, നിന്റെ പ്രായത്തിന്റെ കുഴപ്പമാണ്. നിന്റെ പ്രായത്തിൽ ഞാനും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. നിക്ക്, അളിയനോട് പറഞ്ഞേ നിനക്കൊരു സ്പെഷ്യൽ ന്യൂസിനുള്ള പ്ലാൻ ഞാൻ റെഡിയാക്കുന്നുണ്ട്. ഓക്കേ? അല്ല, ഇനിയും നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? മരുമോനെ, നീ ഇങ്ങനെ ഡള്ളായിട്ടിരുന്നു കഴിഞ്ഞാലേ ഈ വീട്ടില് കറണ്ട് ഇല്ലാത്തൊരു അവസ്ഥയാണ്. എന്നാൽ നീ ഹാപ്പി ആണെങ്കിലോ ഇവിടെയും ഇവിടെ ഉള്ളവർ മൊത്തം ഹാപ്പി ആവും. ഓക്കെ അങ്കിൾ. ഓഹോ ഹോ, ഈ ഒരാൾക്ക് വേണ്ടി ആയിരുന്നു അപ്പൊ നിന്റെ കാത്തിരിപ്പ്. മരുമോനെ, ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. നീയേ എൻജോയ് ചെയ്യൂ. ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഹലോ, താൻ വിളിക്കുമെന്ന് എനിക്കറിയായിരുന്നു. ആണോ? അതെങ്ങനെ അറിയാം? ആ ഹാർട്ടിൽ നിന്ന് എന്റെ ഹാർട്ടിലേക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്തു. അല്ല, താനെതിനിപ്പോ വിളിച്ചേ? സംസാരിക്കണമെന്ന് തോന്നി, അതുകൊണ്ടൊന്ന് വിളിച്ചു. എനിക്ക് തന്നെ ഒന്ന് കാണണമെന്നുണ്ട്, സംസാരിക്കണമെന്നുണ്ട്. എന്നാ നമുക്കിപ്പോ ഒന്ന് കണ്ടാലോ? അതല്ല ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ നല്ലത്. അയ്യോ, ഞാനും അത് പറയാൻ വേണ്ടി അങ്ങോട്ട് വിളിച്ചത്. നാളെ നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പുറത്തേക്ക് പോയാലോ? പിന്നെന്താ, നമുക്ക് പുറത്തു പോവാലോ. എങ്ങോട്ട് പോണ്ടേ? അമ്പലത്തിലേക്ക് പോയാലോ? അമ്പലത്തിലേക്കോ? ഞാൻ താൻ എന്തെങ്കിലും റൊമാൻറ്റിക് സ്ഥലം വല്ലതും പറയുന്നു വിചാരിച്ചപ്പോ അമ്പലത്തിലേക്ക് പോകുന്ന. ത്രിവിക്രം, അതിനല്ലേ ഇനി സമയമുണ്ട്. നാളെ ഞാൻ അമ്പലത്തിലേക്ക് പോകും. അപ്പൊ നീയും എന്റെ കൂടെ വരുന്നു, അത്രമാത്രം. ഓക്കെ, ഷുവർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്താണ് ഈ സമയത്ത്? മാഡത്തിന്റെ വീട്ടിലേൽപ്പിച്ച പണികളൊക്കെ ഞാൻ ചെയ്തു തീർത്തായിരുന്നു. ആ, എന്തു പറ്റി ബോസ്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ഇങ്ങനെ ഒരു മൂഡില് ബോസിനെ കണ്ടിട്ടേ ഇല്ല. മൂഡിന് കുഴപ്പമൊന്നുമില്ല, നീ ആയിട്ട് മാറ്റാതിരുന്നാ മതി. നീ ഭക്ഷണം കഴിച്ചോ? ഇല്ല, ഞാൻ വീട്ടിൽ പോയിട്ട് കഴിച്ചോളാം. ശരി, പോയിക്കോ. അതല്ല ബോസ്, ഇനി എന്തെങ്കിലും നീ കൂടുതൽ കാര്യം അന്വേഷിക്കണ്ട. തൃശൂൽ, ഞാനെന്താ മൂഡൌട്ടായിരിക്കുന്നതെന്ന് ചോദിച്ചില്ലേ? ഞാനിങ്ങനെ ആവാൻ കാരണം നീ തന്നെയാ. എന്റെ ജീവിതത്തിലെല്ലാം കൈവശപ്പെടുത്താൻ ശ്രമിക്കല്ലേ? അത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. നീ എന്റെ കാൽച്ചുവട്ടിൽ എന്നും ഉണ്ടായിരിക്കണം. അതെനിക്കൊരു രാജാവിനെ പോലെ കണ്ട് ആസ്വദിക്കണം. അതാണ് എന്റെ ലക്ഷ്യം.
താനെന്താ പെട്ടെന്ന് അമ്പലം സെലക്ട് ചെയ്തേ? ത്രിവിക്രം, ഇപ്പൊ കുറച്ചു നാളായിട്ട് നിനക്ക് ഭയങ്കര ദേഷ്യമാണ്. അതൊന്ന് കുറച്ച് കിട്ടാൻ പറ്റുമോ നോക്കാനാണ് ഇങ്ങോട്ട് വന്നത്. എനിക്ക് ദേഷ്യം കൂടുതലാണെന്നോ? നോ ചാൻസ്. സ്വന്തം ദേഷ്യം നമുക്ക് അറിയാൻ പറ്റില്ല, മറ്റൊരാൾക്കേ അത് മനസ്സിലാവൂ. What do you mean? അപ്പൊ എനിക്ക് എന്റെ കാര്യം അറിയില്ലെന്നാ പറയുന്നത്? അങ്ങനെയാണെന്ന് വെച്ചോ. ത്രിവിക്രം, ഇയാളെ ഞാൻ ഇങ്ങോട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാ വിളിച്ചത്, എന്തെങ്കിലും നോക്കി നിൽക്കാനല്ല. വാ.